നമുക്ക് എത്രയും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ MLA ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വീകരിക്കാം. അദ്ദേഹത്തിനെ രമ്യ ക്ലബിൻ്റെ വേദിയിലേക്ക് നിറഞ്ഞ കയ്യോടുകൂടി സ്വാഗതം ചെയ്യാം. അദ്ദേഹം ചിലപ്പോഴും ഒരു പാട്ട് പാടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു ഞാൻ പാട്ട് പാടുമെന്ന്. അദ്ദേഹത്തെ നമുക്ക് പാട്ട് പാടുകയും രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കുവാനും ക്ഷണിക്കുകയാണ്. ഞാൻ പാട്ട് പാടുമെന്ന് പറഞ്ഞത് അവസാനത്തെ പരിപാടിയായിട്ട് നിങ്ങളെ പിരിച്ചുവിടുന്നതായിട്ടാണ്. ഇപ്പം എന്തായാലും നിങ്ങൾ പിരിച്ചു പോകുന്നത് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നില്ല. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഈ ക്ലബിന് നേരുകയാണ്. വളരെ മികച്ച ഒരു കലാപരിപാടി തന്നെ ഈ ഓണത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്ന് എനിക്ക് കുറച്ചു നേരം കൊണ്ട് തന്നെ മനസ്സിലായി. ഇത്രയും പ്രൊഫഷണലായിട്ട് ചെയ്ത എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഒപ്പം മികച്ച ഒരു കെട്ടിടം, അത് ഈ അവസരത്തിൽ എല്ലാവരെയും ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കരുണാകരൻ സാറിനെ ഓർക്കാതിരിക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം, പ്രിയപ്പെട്ട റോഷനും അതുപോലെ തന്നെ റോബിനും രണ്ടുപേരെയും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥനും ശ്രീ രാജേഷ്, അദ്ദേഹവും ഇതിൻ്റെ മികച്ച ഒരു സംഘാടകനായി ഇവിടെ ഉണ്ട്. എല്ലാവരെയും, കാരണം ഈ നാടിന് ഒരു വെളിച്ചമായി, ഒരു എന്താ പറയുക, ഈ ദേശമെങ്ങും വ്യാപിക്കുന്ന ഒരു വെളിച്ചമായി ക്ലബ്ബ് നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായ ആ ഒരു ഒരുമയ്ക്ക് ഒരു വ്യത്യാസവുമില്ല, നമ്മളെല്ലാം ഒന്നാണെന്ന് വിളിച്ചു പറയുന്ന ഓണം. ആ ഓണത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. നമ്മുടെ നാട്ടിൽ എന്നും ഈ സ്നേഹവും ഐക്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചോ? വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ നല്ലേ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് അറ്റക്കിളി കൂവും നേരം കൂടൊരുക്കാൻ വാ. താങ്ക് യു സാർ. ഈ വേദിയെ ധന്യമാക്കിയതിന് ഒരുപാട് 1000 നന്ദി.